ഇപ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രി ചർച്ചകൾ നടക്കുകയാണ്. കോൺഗ്രസിന്റെ 3 പേർ മത്സരരംഗത്തുണ്ട്. കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ. അതിൽ മനസ്സിലാക്കുന്നിടത്തോളം കെ സി വേണുഗോപാലിന്റെ പേരിനാണ് വലിയ പ്രാധാന്യം ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതിന്റെ കാരണം പറയുന്നത് ഇദ്ദേഹം ദേശീയ നേതൃത്വത്തിൽ കോൺഗ്രസിന് വേണ്ടി അഹോരാത്രം യത്നിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണെന്നാണ്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ അക്ഷീണം പ്രയത്നിച്ച വി ഡി സതീശനേക്കാളും സീനിയോറിറ്റി ഉള്ള രമേശ് ചെന്നിത്തലയേക്കാളും പ്രഥമ പരിഗണന അദ്ദേഹത്തിന് കിട്ടണമെന്നാണ് ഏതാണ്ട് 46ഓളം MLA വാദിക്കുന്നതെന്നാണ് വാർത്തകൾ വരുന്നത്. എൻ്റെ സംശയം, ഇദ്ദേഹം ഈ ദേശീയ രാഷ്ട്രീയത്തിൽ ഇത്ര വലിയ ഒരു അനിഷേധ്യനായ ഒരു നേതാവാണോ? ഈ കോൺഗ്രസ്സിന് ഇപ്പോൾ പൊതുവെയുള്ളൊരു വിലയിരുത്തൽ ദേശീയ തലത്തിൽ പ്രസക്തി നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന ഒരു ആക്ഷേപം കോൺഗ്രസ് പേറുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ കെ സി വേണുഗോപാൽ ദേശീയ തലത്തിൽ കോൺഗ്രസിന് വേണ്ടി എന്ത് സംഭാവനയാണ് നൽകിയിട്ടുള്ളത്? വാസ്തവത്തിൽ ആ ചോദ്യം വളരെ പ്രസക്തമാണ്. കെ സി വേണുഗോപാല് AICC സെൻട്രൽ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായി അധികാരമേൽക്കുമ്പോൾ ഇന്ത്യയിലെ ഏതാണ്ട് 9 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ സംഘടനാ പാഠം കൊണ്ടായിരിക്കാം ഇപ്പോൾ 3 സംസ്ഥാനങ്ങളിലേക്ക് അത് ചുരുങ്ങിക്കഴിഞ്ഞു. അത് തന്നെയല്ല, ഇദ്ദേഹത്തിന്റെ ചെയ്തികൾ ഈ കോൺഗ്രസ് പാർട്ടിയെ രാജ്യത്ത് നിന്നും തകർന്ന് ഏതാണ്ട് ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതംപ്രദമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഏറ്റവും വലിയ ഉദാഹരണം നമുക്ക് രാജസ്ഥാൻ തെരഞ്ഞെടുപ്പ് നോക്കാം. രാജസ്ഥാനിൽ നമ്മൾ MP കൂടിയായിരുന്നു രാജ്യസഭയിൽ. രാജസ്ഥാനിൽ അന്ന് അശോക് പൈലറ്റിന്റെ മകൻ രാജേഷ് പൈലറ്റിന്റെ മകനായിരുന്നു അന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ മുന്നിൽ നിന്നു. അദ്ദേഹത്തിന്റെ മുഖം ചൂണ്ടിക്കാണിച്ചാണ് അന്ന് അവർ തെരഞ്ഞെടുക്കപ്പെട്ടത്, അതായത് സച്ചിൻ പൈലറ്റ്. എന്നാൽ ഈ AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ കുതന്ത്രത്തിൽ വീണ് അന്ന് അവിടെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കയറിയത് ഈ സച്ചിൻ പൈലറ്റ് അല്ല, അശോക് ഗെഹ്ലോട്ട് എന്ന് പറയുന്നത് അതിന് മുമ്പ് മുഖ്യമന്ത്രി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അവിടെ മുതലാണ് ഇദ്ദേഹത്തിന്റെ ഈ നാടകങ്ങൾ അരങ്ങേറുന്നത്. രണ്ടാമത്തെ, ഇദ്ദേഹത്തിന്റെ ജനങ്ങളുടെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടും ആ ജനഹിതത്തെ അട്ടിമറിച്ചത് വേറെ സംഭവമുണ്ട്. ഹിമാചൽ പ്രദേശിലെ തെരഞ്ഞെടുപ്പ്. ഹിമാചൽ പ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു വീരഭദ്ര സിംഗിന്റെ അദ്ദേഹം അവിടുത്തെ KPC പ്രസിഡന്റുമായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ മകനുമായിരുന്നു കോൺഗ്രസിന് എല്ലാം. അവിടെ അവരുടെ നേതൃത്വത്തിൽ ചെറിയ ഭൂരിപക്ഷത്തിലാണെങ്കിൽ അധികാരത്തിലേറി. അതിനുശേഷം ഈ കെ സി വേണുഗോപാല് സിംലയിൽ പോയി പമ്പടിച്ച് എന്തൊക്കെയോ ആണെന്നുള്ളത് ഞാൻ പ്രത്യേകം ഇതിനകത്തോട് പറയേണ്ട കാര്യമില്ല. ദേശീയ മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്തതാണ്. പല സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ മാറ്റി നിർത്തി മറ്റൊരു പൊതുബോധത്തിന് മുഖ്യമന്ത്രിയായി. അതിന് ശേഷം നടന്നൊരു സംഭവം, ഏറ്റവും വിചിത്രമായ ഒരു സംഭവം നടന്നത് കർണാടകയിലാണ്. കർണാടകയിലെ ശിവകുമാർ ആണ് അന്ന് അവിടുത്തെ സാമ്പത്തികവും മറ്റു രീതിയിലുള്ള ജനങ്ങളെ പ്രചരണങ്ങളൊക്കെ നടത്തി അധികാരത്തിലേറുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചത്. അന്ന് ശിവകുമാറിനെ മുൻനിർത്തിയാണ് അവിടെ മത്സരം നടത്തിയത് പോലും. പക്ഷേ ഒടുവിൽ വന്നപ്പോൾ ആരാ മുഖ്യമന്ത്രിയായത്? സിദ്ധരാമയ്യ. അപ്പൊ ഇങ്ങനെ കോൺഗ്രസിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്നും അവമതിപ്പുണ്ടാക്കി. അതിന് മുമ്പ് പല കഥകളുണ്ട്, അതിലേക്ക് ഞാൻ പോയ സമയം പോകും. ഒരു തരത്തിലും ഈ പാർട്ടിക്ക് ഇന്ത്യയിൽ നിലനിൽക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വൈകല്യങ്ങൾ കൊണ്ട് പ്രശസ്തനായ ഒരു വ്യക്തിയാണ് കെ സി വേണുഗോപാൽ. പക്ഷേ അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ അവർക്ക് UDF അനുകൂലമായ വിധി എഴുതി 102 MLA കിട്ടി. ഏതാണ്ട് മുകളിൽ MLA കോൺഗ്രസിന് കിട്ടി. കേരളത്തിൽ നിന്നും ലോക്സഭയിൽ മത്സരിച്ച് MP ആയ ഇദ്ദേഹം ഇപ്പോൾ ഈ ജനഹിതത്തിനെ അട്ടിമറിച്ചുകൊണ്ട് ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഭൂരിപക്ഷം കൂടെ UDF നാണം കെടുത്തിക്കൊണ്ട് ഇദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രിയായി വരുന്നു എന്ന ഒരിക്കലും കേരളം പോലുള്ള വിവേകശാലിയുള്ള ജനങ്ങളുടെ നാട്ടിൽ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്യുന്നത്. കോൺഗ്രസിന്റെ തലപ്പത്ത് അസാധ്യ സ്വാധീനമുള്ള, അത് ഏത് രീതിയിലാണെന്ന് നമുക്കറിയത്തില്ല, പ്രേക്ഷകർക്ക് കൊടുത്തു. രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിയുടെയും പ്രിയങ്കാഗാന്ധിയുടെയും മേൽ വലിയ സ്വാധീനമുള്ള കെ സി വേണുഗോപാല് ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായി കേരളത്തിലേക്ക് വരുന്നതാണ് ഏതാണ്ട് നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന യാഥാർത്ഥ്യം. അങ്ങനെ വരുത്തുള്ളൂ. ഇതിലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സംഭവം, ഈ അവരുടെ ഏതാണ്ട് 47ഓളം MLA ഈ കെ സി വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നുള്ളതാണ് ഇപ്പൊ പുറത്തു വരുന്ന വാർത്തകൾ. എന്നാൽ യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ പ്രതിപക്ഷ എന്നുള്ള നിലയ്ക്കും ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ഈ സാമ്പാർ മുന്നണിയെ നയിക്കുകയും ചെയ്ത വി ഡി സതീശൻ
ഇപ്പൊ കളത്തിന് പുറത്താണ്. അതിലും ദയനീയം സീനിയർ മോസ്റ്റായ നമ്മളുടെ രമേശ് ചെന്നിത്തല, അദ്ദേഹം 2016 മുതൽ 2021 വരെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്നു. പ്രതിപക്ഷ എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു പരാജയമായിരുന്നുള്ള വസ്തുത. എങ്കിലും സീനിയർ നേതാവാണ്. കരുണാകരൻ മന്ത്രിസഭയിൽ 27ാമത്തെ വയസ്സിൽ മന്ത്രിയായി. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 2 വർഷം അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായി, യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ്, അതുപോലെ തന്നെ AICC ജനറൽ സെക്രട്ടറി, വർക്കിംഗ് കമ്മിറ്റി മെമ്പർ, ഇങ്ങനെയൊക്കെ സീനിയർ ആയിട്ടുള്ള നേതാവിനെ പോലും അട്ടിമറിച്ചുകൊണ്ട് ഈ KC വേണുഗോപാൽ എങ്ങനെ കേരളത്തിലേക്ക് വരുന്നു? കേരളത്തിലെ കേരളീയരെ അപമാനിക്കാനായിട്ട് അദ്ദേഹം ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു വിചിത്ര കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദേശീയ തലത്തിൽ കോൺഗ്രസിലെ ഒരു പ്രമുഖ നേതാവെന്നല്ലാതെ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ തലത്തിൽ ഒരു പ്രാധാന്യമില്ലാത്ത ഒരു നേതാവാണ് KC വേണുഗോപാൽ. അദ്ദേഹത്തിന് ദേശീയ രാഷ്ട്രീയത്തിൽ യാതൊരു കോൺട്രിബ്യൂഷനും ഇല്ല. സ്വന്തം പാർട്ടിയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നതിന് മുൻകൈ എടുത്തിട്ടുള്ള ഒരു ദുരൂഹ വ്യക്തിത്വമാണ് അദ്ദേഹം. അതിന്റെ ഉള്ളറകളിലേക്കൊന്നും അധികം പോകുന്നില്ല. താങ്കളുടെ ചോദ്യത്തിനുള്ള മറുപടി ഇതാണ്. ഇപ്പോൾ ഈ KC വേണുഗോപാലിനെ കുറിച്ച് പൊതുവിൽ നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വാധീന വലയത്തിൽ കോൺഗ്രസിൻ്റെ അധികാര ശ്രേണിയിലുള്ള അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ ഉള്ളവരുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ആയാലും ശരി, ഖാർഗെ ആണെങ്കിലും ശരി, KC വേണുഗോപാലിന് കൃത്യമായ സ്വാധീനം അദ്ദേഹത്തിന് അവിടെ ചെലുത്താൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഇത് അദ്ദേഹത്തിന് സാധിച്ചു? കാരണം നമുക്കറിയാവുന്ന പോലെ അദ്ദേഹം കേരളത്തിൽ നിന്ന് ഒരു 2ഓ 3ഓ തവണയായിട്ട് കേന്ദ്ര MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം AICC തലത്തിൽ വരുന്നു. ചില നിർണായക പദവികളിലേക്ക് അദ്ദേഹം എത്തുന്നു. പക്ഷേ ചില നിർണായക തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തിൻ്റെ സംഘടനാ ചുമതലയിൽ വലിയ വീഴ്ചകൾ സംഭവിച്ചതായിട്ടുള്ള ആക്ഷേപങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ എങ്ങനെ ഇത്ര വലിയൊരു സ്വാധീന ശക്തിയായിട്ട് അദ്ദേഹത്തിന് അവിടെ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നു? അത് നട്ടലില്ലാത്ത ഒരു ദേശീയ നേതൃത്വം ഉള്ളതുകൊണ്ട് മാത്രമാണല്ലോ ഇദ്ദേഹത്തിനെ പോലെ ഒരാളെ അവിടുത്തെ ഏറ്റവും ഉന്നത പദവിയിൽ എത്തിച്ചിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം. അതായത് ഇദ്ദേഹം AICC ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റതിനു ശേഷം കോൺഗ്രസിൽ നിന്ന് കൊഴിഞ്ഞുപോയ ദേശീയ തലത്തിൽ അംഗീകാരമുള്ള എത്രയോ നേതാക്കളുണ്ടെന്നറിയോ? ഏറ്റവും ഒടുവിലത്തെ ചില 3-4 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഇപ്പോ BJPയുടെ 3ാം തവണ ഈ മുഖ്യമന്ത്രി അദ്ദേഹത്തിലെ നിയുക്ത മുഖ്യമന്ത്രിയായ നമ്മുടെ ഹിമന്ത് ബിശ്വ ശർമ്മ, അദ്ദേഹം AICCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ഒരിക്കൽ പലതവണ 1-4 തവണ രാഹുൽ ഗാന്ധിയെ കാണാൻ ചെന്ന സമയത്തും അദ്ദേഹത്തിന് മൈൻഡ് ചെയ്തില്ല. അപ്പൊ അദ്ദേഹം പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വിഷണ്ണനായി പുറത്തിറങ്ങിയ അദ്ദേഹം ദേശീയതയോടൊപ്പം BJPയോടൊപ്പം ചേർന്നതിന് ശേഷം ഇപ്പൊ അദ്ദേഹം 3ാം തവണ ആസാം മുഖ്യമന്ത്രിയാണ്. തന്നെയുമല്ല, ആസാം എന്ന് പറഞ്ഞ സംസ്ഥാനത്തെ വളരെ ശ്രദ്ധേയമായ സാമ്പത്തികമായും സുരക്ഷിതമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നതിൽ അദ്ദേഹം വൻ രീതിയിൽ വിജയിച്ചിരിക്കുന്നു. വേറെ സമയം അധികം ഇല്ലെങ്കിൽ ഒരു ചെറിയ ഉദാഹരണം പറയാം. കേരളത്തിലെ വ്യവസായ മന്ത്രിയും കേരളത്തിലെ മുഖ്യമന്ത്രിയും ഈ ലോകം മുഴുവൻ ചുറ്റി കേരളത്തിലെ യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുന്നതിനും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ചും ഒറ്റ രൂപ പോലും ഇങ്ങോട്ട് കൊണ്ടുവന്നത് മാത്രമല്ല, ഒരു യുവാവിനോ യുവതിക്കോ ഏതെങ്കിലും ഒരു രാജ്യത്ത് തൊഴിൽ കൊടുത്തതായിട്ടോ നമ്മുടെ മുമ്പിൽ ഒരു കണക്കുമില്ല. എന്നാൽ താരതമ്യേന വിദ്യാഭ്യാസം കുറഞ്ഞ ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ആസാം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ ജപ്പാനിലെ സിംഗപ്പൂരിലും 3 ഉദ്യോഗസ്ഥരുമായി സന്ദർശനം നടത്തി കഴിഞ്ഞ 1 വർഷം മുമ്പ്. അതുകൊണ്ട് ദേശീയ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായത്. കേരളത്തിലെ ഒരു ചാനൽ ചർച്ച ഞാനത് പുറത്തുകൊണ്ടത്. ഇപ്പോഴും അവരുടെ വെബ്സൈറ്റ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അറിയോ, 80,000 അൺസ്കിൽഡ് ആയിട്ടുള്ള യുവാക്കളെ ജപ്പാനിലേക്ക് അയക്കാനായിട്ടുള്ള കരാറിൽ ജപ്പാൻ ഗവൺമെന്റ് ഒപ്പുവിട്ടു. നിങ്ങൾ ആലോചിക്കണം, ജപ്പാനിൽ ചെറുപ്പക്കാരില്ല. അവിടെ വിവാഹം കഴിക്കുന്ന താല്പര്യമില്ലാത്ത യുവ തലമുറയാണ് ഉള്ളത്. വൃദ്ധസദനങ്ങളായിട്ട് നാടായി ജപ്പാൻ മാറി. പല വർക്കുകൾക്കും ചെറുപ്പക്കാരെ കിട്ടാനില്ല ആ നാട്ടിൽ. അപ്പൊ അൺസ്കിൽഡ് ആയിട്ടുള്ള ആസാമിലെ 80,000 യുവാക്കളെ 6 മാസം ജപ്പാനിലെ എക്സ്പേർട്സ് ആസാമിൽ വന്ന് അവർക്ക് വേണ്ട ഭാഷാ പ്രാവീണ്യവും മറ്റ് ട്രെയിനിങ് കൊടുത്ത് അവരെ അങ്ങോട്ട് കയറ്റി അയക്കുക അല്ലെങ്കിൽ അങ്ങോട്ട് വിടുക എന്നുള്ളതായിരുന്നു. അവരിൽ 80,000 ഈ 1 വർഷത്തിനുള്ളിൽ ജപ്പാനിലേക്ക് പോയി. ജപ്പാനിലെ സുഖ സൗകര്യങ്ങൾ അനുസരിച്ച് നല്ല ശമ്പളം കിട്ടി അവരുടെ ജോലി ചെയ്യുന്നു. 30,000 നേഴ്സുമാരെ സിംഗപ്പൂരിലേക്ക് ഇതുപോലെ തന്നെ അദ്ദേഹം എഗ്രിമെന്റ് പ്രകാരം കയറ്റി അയച്ചു. സിംഗപ്പൂരിലേക്ക്. നിങ്ങൾ ആലോചിക്കണം, ലോകത്തിലെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള നേഴ്സസ് എന്ന് പറയുന്നത് നമ്മുടെ മലയാളി നേഴ്സുമാരാണ്. ഒരൊറ്റ നേഴ്സുമാരെ പോലും ഈ കേരള ഗവൺമെന്റ് മുൻകൈ എടുത്ത് വിട്ടിട്ടില്ല. നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ ചെയ്ത ഭയങ്കരമായ ദീക്ഷണശാലിയായ ഒരു മുഖ്യമന്ത്രിയായി ഹിമന്ത് ബിശ്വ ശർമ്മ വളർന്നു. ഇനി രണ്ടാമത് ഗുലാം നബി ആസാദ്. നമുക്കറിയാം, കേട്ടിട്ടുണ്ടല്ലോ, കേരളത്തിലൊക്കെ എന്ത് വിഷയം വന്നാലും അദ്ദേഹം ഈ പ്രശ്നപരിഹാരത്തിന് മൂപ്പനാനെ പോലെ ഓടി വന്നുകൊണ്ടിരുന്ന ഒരു മാന്യ മനുഷ്യനാണ് ഗുലാം നബി ആസാദ്.
ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഇദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹത്തിനെ വെറും കൈയോടെ ഇറക്കി വിട്ടപ്പോൾ അദ്ദേഹം വേറൊരു പാർട്ടി രൂപിച്ചിരിക്കുക. അതിലൊക്കെ ഉപരിയായിട്ട് വേറെ കാര്യം പറയാം. നമ്മുടെ പഞ്ചാബിലെ മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ്, പഞ്ചാബിലെ ഒരു രാജകുടുംബത്തിലെ ഒരു റിട്ടയർഡ് ക്യാപ്റ്റനാണ് അദ്ദേഹം. അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ ജനസമ്മതി ഉണ്ടായിരുന്ന ഒരു കാലത്ത്. അവിടെ അദ്ദേഹത്തിനെ പുകച്ച് പുറത്ത് ചാടിച്ചെന്ന് മാത്രമല്ല അപമാനിക്കുകയോട് ചെയ്തു. അദ്ദേഹം പിന്നെ BJPയുടെ ഒരു ഘടകകക്ഷിയായിട്ട് രൂപീകരിച്ചപ്പോൾ BJPയുടെ അദ്ദേഹത്തിന്റെ ഭാര്യയും. അപ്പൊ ഇങ്ങനെ എന്നിട്ട് അവര് വാഴിച്ചതാരെയാ? നവജോത് സിംഗ് സിദ്ധു എന്ന് പറയുന്നത് യാതൊരു കൺസിസ്റ്റൻസി ഇല്ലാത്തൊരു മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് പിന്നെ താരത്തിന്. അയാൾ 1 വർഷം ജയിലിലായിരുന്നു. അപ്പൊ ഇങ്ങനെ പിന്നെ മിടുമിടുക്കന്മാരായിട്ടുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളെ ഒന്നൊന്നായിട്ട് ആ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് നയിക്കുന്നതിന് മുൻകൈ എടുത്ത വ്യക്തിയാണ്. നമ്മുടെ കേരളത്തിലും ഉദാഹരണങ്ങളുണ്ടല്ലോ സാർ. നമ്മുടെ ടോം വടക്കൻ, PC ചാക്കോ, പിന്നെ തോമസ് മാഷ്, ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ ഒരു പിടി ആളുകൾ നമ്മുടെ മുമ്പിൽ, അതേപോലെ ഞാൻ ചുരുക്കി പറയാൻ തുടങ്ങി, ഒരുപാട് ആളുകൾ മുമ്പിലുണ്ട്. ഇപ്പൊ നമ്മുടെ BJPയുടെ കേന്ദ്ര മന്ത്രിസഭ അംഗമായിട്ടുള്ള പിന്നെ ജ്യോതിരാജ് സിന്ധ്യയുടെ പുത്രൻ ആരാണ്? മധ്യപ്രദേശിലെ പ്രൊഫസർ അല്ലെങ്കിൽ എന്താ പറയാ പിന്നെ ചീഫ് മിനിസ്റ്റർ വെയിറ്റിംഗ് ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനെ ഇതുപോലെ തന്നെ അവമാനിച്ച് പുറത്തു. അല്ല, എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ സാർ, ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പോൾ കോൺഗ്രസ് വലിയ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് മാറി വയനാട്ടിലേക്ക് വരുന്നു. തൊട്ടു പിന്നാലെ അദ്ദേഹത്തിൻ്റെ സഹോദരി പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലേക്ക് വരുന്നു. അപ്പോൾ അതിലൂടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയൊക്കെ വീണ്ടും രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക്, ലൈം ലൈറ്റിലേക്ക് വീണ്ടും കടന്നു വരികയാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു പ്രത്യുപകാരം എന്ന തരത്തിലാണോ നമ്മുടെ KC വേണുഗോപാൽ AICC അദ്ദേഹത്തിൻ്റെ കൈവെള്ളയിൽ വെച്ച് കൊടുത്തിരിക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്? അല്ല, ഞാൻ നമുക്ക് മനസ്സിലാകാത്ത ഒരു പ്രഹേളി എന്ന് പറയുന്നത്, യാതൊരു ദേശീയ തലത്തിലുള്ള എക്സ്പീരിയൻസും ഇല്ലാതെ കേരളത്തിലെ ജനങ്ങളുടെ പോലും പോപ്പുലർ അല്ലാതിരുന്ന ഈ KC വേണുഗോപാലിനെ ഇവരെങ്ങനെയാണ് ഏറ്റവും ക്രൂഷ്യൽ പോസ്റ്റ് ആയിട്ടുള്ള ദേശീയ ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് എത്തിച്ചു എന്നുള്ളത്. ഞാൻ ഈ പറഞ്ഞ വൻകിട ദേശം മുഴുവൻ അറിയപ്പെടുന്ന കപിൽ സിബലിനെ പോലുള്ളവരൊക്കെ ഇവർ പുറത്തിറക്കി. കപിൽ സഭയിൽ എഴുന്നേറ്റ് നിന്നാൽ തന്നെ ആദരവോടുകൂടിയുള്ള എല്ലാവരും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുന്നുണ്ട്. അത്രയ്ക്ക് ബ്രില്യന്റ് ആയിട്ടുള്ളൊരു അഭിഭാഷകം കൂടിയായ കപിൽ സിബലിനൊക്കെ പുറത്തിറക്കി ഈ മനുഷ്യനെ എങ്ങനെ ഈ നിലയിൽ എത്തിച്ചു? ഇപ്പൊ താങ്കൾ ചോദിച്ചു, വളരെ പ്രസക്തമാണ്. സ്വന്തം നാട്ടിൽ നിലനിൽപ്പില്ലാതാണ് കേരളത്തിലെ പിന്നെ വയനാട്ടിൽ വന്ന് ഈ രണ്ടുപേരും വിജയിച്ചു പോയത്. അതിനുള്ളൊരു പ്രത്യേക അവരായിരിക്കാം. അല്ലെങ്കിൽ ഈ രണ്ടെണ്ണവും പാർലമെന്റ് കാണുന്നില്ല. 2 തവണ അദ്ദേഹം പരീക്ഷണാർത്ഥം രണ്ടിടത്ത് നിന്ന് ജയിച്ചു പോയെന്നുള്ളൂ. 2019 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഉത്തരേന്ത്യയിലെ അമേഠിയിൽ തോറ്റുപോയി, നാണം കെട്ട് തോറ്റുപോയി. അപ്പൊ ഈ പറയുന്നതൊക്കെ ശരിയാണ്. താങ്കളുടെ ചോദ്യം വളരെ റിലവന്റ് ആണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി നമ്മുടെ കേരളം പോലൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പദത്തിലേറി ഞാൻ പറഞ്ഞു ദുരൂഹമായ ഒരു സാഹചര്യത്തിലായിരിക്കും അദ്ദേഹം വരുന്നത്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുന്നത് അതല്ല. 47ഓളം MLA-മാർ ഇദ്ദേഹത്തിന് പിന്തുണച്ചെന്ന് പറഞ്ഞാൽ ഈ MLA-മാരെ തെരഞ്ഞെടുത്ത് വിട്ട കോൺഗ്രസിന്റെയും ഘടകകക്ഷികളുടെയും വോട്ടർമാരുടെ മുമ്പിൽ പുച്ഛിക്കുകയല്ലേ ചെയ്തത് ഈ MLA-മാർ? അവരാരും സത്യം പറഞ്ഞവരും ചെയ്തിട്ടില്ല. അപ്പൊ ഇവരെ തെരഞ്ഞെടുത്ത കോൺഗ്രസ്സുകാരെയും അതിന് ഘടകകക്ഷിയിൽപ്പെട്ട വോട്ടർമാരെയും നിഷ്പക്ഷതകളായ പിന്നെ ഇടത് ദുർഭരണത്തിനെതിരെ വോട്ട് ചെയ്ത ജനങ്ങളെയും പുച്ഛിക്കുകയല്ലേ ഈ 5 വർഷം കൊണ്ട് പിന്നെ അപമാനിക്കുകയല്ലേ ചെയ്തത് ഈ കോൺഗ്രസിന്റെ നേതൃത്വം ഈ ഒറ്റ വ്യക്തിക്ക് വേണ്ടിയിട്ട്? അപ്പോൾ ഇപ്പൊ വോട്ട് ചെയ്തോട് ഒരു കാര്യം മനസ്സിലായി, ഇവിടെ വാസ്തവത്തിൽ ഈ രീതിയിലുള്ള ചക്രവർത്തി പോരാട്ടം നടത്താതെ ജനാധിപത്യം എന്ന് പറയുന്ന വാക്കിന് ഏറ്റവും കൂടുതൽ വില കൽപ്പിച്ചുകൊണ്ട് കേരളം പോലൊരു മനോഹരമായ കൊച്ചു പ്രദേശത്തെ വികസനത്തിന്റെ ലോകോത്തര മാതൃകയാക്കി മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ദേശീയ തലത്തിൽ തന്നെ അത് കാണിച്ചു കൊടുത്ത പാർട്ടി പിന്നെ മുന്നണിയുമായ NDAയ്ക്കുമായിരുന്നു വോട്ട് ചെയ്യേണ്ടതായിരുന്നത് എന്നൊരു ചിന്ത കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് KC വേണുഗോപാലല്ല ആരിനി കേരളത്തിൽ മുഖ്യമന്ത്രി ആയാലും കേരളത്തിലെ ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിക്കാന്നല്ലാണ്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നുള്ളതാണ് വസ്തുത. സോ ആക്ച്വലി ദീസ് പീപ്പിൾ ആർ ഇൻസൾട്ടിങ്. പക്ഷേ ഇക്കാര്യത്തിൽ BJPയെ സംബന്ധിച്ച് ചെറിയ സന്തോഷിക്കാൻ ഒരു വകയുള്ളൊരു കാര്യം കൂടിയുണ്ട്. കാരണം KC വേണുഗോപാൽ മുഖ്യമന്ത്രി പദവിയിലെത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും 2 ഉപതെരഞ്ഞെടുപ്പുകൾ നേരിടേണ്ടി വരും. ആലപ്പുഴയിലെ ഒരു അസംബ്ലി മണ്ഡലത്തിലും ലോക്സഭാ മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാനാകില്ല. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ നടത്തിയ മിന്നും പ്രകടനം അത് BJPയെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്ന സംഗതിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അതിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ് സാർ വിലയിരുത്തുന്നത്?
നിശ്ചയമായിട്ടും ഇപ്പൊ ഇദ്ദേഹം മത്സരിക്കുമെന്ന് നമ്മുടെ മുമ്പിൽ വാർത്തകൾ വരുന്ന ആലപ്പുഴ നിയോജകമണ്ഡലവും ഇരിക്കൂറുമാണ്. ഇരിക്കൂർ ഇന്നലെ ആയിരക്കണക്കിന് ആളുകൾ പ്ലക്കാർഡും പോസ്റ്ററും ഒക്കെ ആയിട്ട് നിരന്ന് പ്രകടനം നയിച്ചു. ഞങ്ങളുടെ ഇരിക്കൂറിലെ MLA രാജിവെപ്പിച്ച് ഈ VC വേണുഗോപാൽ ഇവിടെ വന്ന് മത്സരിച്ചാൽ താങ്കളെ ഞങ്ങൾ തോൽപ്പിക്കുന്നുള്ളൂ. ശരിയല്ലേ? ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടക്കാന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ജനങ്ങളോടുള്ള അധികാരത്തിന്റെ ആർത്തി മൂത്ത് വന്ന് മുഖ്യമന്ത്രി ആയതിനു ശേഷം ആ നാട്ടിലെ ജനങ്ങളോടാണെങ്കിൽ അപമാനമല്ലേ? അവർ യഥാർത്ഥം തെരഞ്ഞെടുത്തത് ഈ പറയുന്ന സജീവ് ജോസഫിനെയല്ലേ? അപ്പൊ അവളെ തോക്കും എന്നുള്ള ഏതാണ് ആ നാട്ടിലെ ജനങ്ങൾ തന്നെ വാണിംഗ് കൊടുത്തത്. രണ്ടാമത് ഇപ്പൊ ആലപ്പുഴയില് മത്സരിച്ച് ജയിച്ച ആ ചെറുപ്പക്കാരനെ കേരളത്തിലെ എന്താ പറയാ രക്ഷാപ്രവർത്തനം നടത്തി എന്നുള്ള വ്യാജേനെ ആ മനുഷ്യനെ അടിച്ചു തകർത്തതിന്റെ പരമായിട്ടാണ് അദ്ദേഹം ജയിച്ചു വളർന്നിരിക്കുന്നത്. ആ ചെറുപ്പക്കാരൻ ആലപ്പുഴക്കാർ മറുപടി കൊടുക്കുന്നു. ലോക്സഭയിലേക്ക് അവിടെ മത്സരിക്കുന്നുണ്ടെങ്കിൽ സംശയമില്ലാതെ ബഹുമാനപ്പെട്ട ശോഭാ സുരേന്ദ്രൻ നിന്നാൽ ഈ വെറുപ്പും ഈ ജനങ്ങളോട് കാണിച്ച അവഹേളനത്തിനും ആലപ്പുഴയിലെ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ അവര് മറുപടി കൊടുക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ ഈ 2 നിയോജകമണ്ഡലങ്ങളിലും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലും ഇനി അതിന് പകരം ആലപ്പുഴത്തെ നിയോജക മണ്ഡലമോ അല്ലെങ്കിൽ ആലപ്പുഴ ഇരിക്കൂർ ഈ 2 തോൽവി ഏതാണ്ട് ഉറപ്പാന്നുള്ളത് യാതൊരു സംശയമില്ല. ശരി, നന്ദി.